അപ്പോൾ ഗെയ്സ് കോളേജ് ടൂറിൻ്റെ 5ാമത്തെ ദിവസമാണ് കേട്ടോ. ഞാൻ 6ാമത്തെ ഡേയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം 5ാമത്തെ ദിവസം അത്രയ്ക്ക് അങ്ങ് ഒരുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഷോർട്ട് വീഡിയോ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ കൂടി ചേർത്താണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതുകൂടി കഴിഞ്ഞാൽ ടൂറിൻ്റെ വീഡിയോ അവസാനിക്കും. അപ്പോൾ അതങ്ങ് തീരുമല്ലോ ഒന്നും കൂടി ഓർത്താണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഗോവയിലാണുള്ളത്. 2ാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഓൾഡ് ഗോവ ചർച്ചിലേക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അതിശയിച്ച് പോയി. കാരണം ഗോവയിലൊക്കെ ഇത്രയും നല്ല ഫുഡ് കിട്ടുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ ഓൾഡ് ഗോവ ചർച്ചിന് അങ്ങോട്ടേക്ക് പോയി. നല്ല വെയിലായിരുന്നു. ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല വെയിലായിരുന്നു. സൺസ്ക്രീനൊക്കെ വാരി പൊത്തിയിട്ടുണ്ടെങ്കിലും വെയിലിന് പിന്നെ അതൊന്നും അറിയണ്ടല്ലോ. പിന്നെ അബദ്ധത്തിൽ എൻ്റെ തൊപ്പി കളഞ്ഞു പോയതുകൊണ്ട് ഞാൻ പിന്നെ അതും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കി 2 ഫ്രണ്ട്സും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് ഓൾഡ് ഗോവ ചർച്ചിനകത്തേക്കായിരുന്നു. അവിടെ ഫോൺ അലോഡ് അല്ല. പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നൊഴിഞ്ഞ് കയറി എടുക്കണമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു മദാമേനെ അവിടെ ഉള്ളൊരു പൊക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നതിൽ. പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഫ്രണ്ട്സ് പറഞ്ഞു നീ വീഡിയോ എടുക്കണ്ട, നിർത്തി വയ്ക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോസ് ഒരുപാട് അങ്ങ് എടുക്കാൻ പോയില്ല. പിന്നെ ഇനി പക്ഷേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെന്ന് തോന്നുന്നു, സോറി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ന്യൂ ഗോവ ചർച്ചിലേക്കായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ഒന്നും തന്നെ കാണാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അകത്തേക്ക് അങ്ങനെ കയറണമെങ്കിൽ നമ്മൾ വീണ്ടും ടിക്കറ്റ് എടുക്കണം. പിന്നെ നമ്മൾ അകത്ത് കയറിയാലും സാധാ ചർച്ചിൻ്റെ ആ ഒരു തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് കയറാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചൊരു ടീച്ചറൊക്കെ കൂടി ചേർന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടോ. അങ്ങോട്ടേക്ക് അങ്ങനെ ആരും വന്ന് കണ്ടില്ല. അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പഴയ ചർച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ആ പുറത്തത്തെ ആംബിയൻസ് അടിപൊളിയായിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആംബിയൻസിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ യുദ്ധത്തിലൊക്കെ മരിച്ചു പോയവരുടെയൊക്കെ സമാധിയോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആംബിയൻസ്. അവിടെ ഒരു കുഞ്ഞു കുളം ഉണ്ടായിരുന്നു. അതും തൊട്ടടുത്തൊരു മരവും നല്ല തണലൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്തായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് ഗോവൻ മീലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അത്യാവശ്യം അടിപൊളിയായിരുന്നു. പക്ഷേ ഫുള്ളും അങ്ങോട്ട് കഴിക്കാൻ അങ്ങ് തോന്നിയില്ല. കാരണം നമുക്ക് നമ്മുടെ ആ ഒരു ഫുഡിനോടായിരിക്കും കൂടുതൽ താല്പര്യം വരിക. കാരണം ഇത്രയും ദിവസം ഇവിടുത്തെ ഫുഡെല്ലാം കഴിച്ചുകൊണ്ട് തന്നെ ചെറിയൊരു മടുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കണ്ട ആ മീനിലെ മസാല കണ്ടത്തൊന്നും വെന്തിട്ടില്ലാന്ന്, പക്ഷേ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് പുറത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണിത്. സത്യം പറയാലോ അടിപൊളിയായിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു. കാരണം അവിടെ നിന്നപ്പോൾ ചെറിയ ഡൗട്ട് അടിച്ചോളൂ, നമ്മൾ കേരളത്തിലാണോ ഉള്ളതെന്ന്. അവിടെയുള്ള ഭൂരിഭാഗം ഇത് കണ്ടാൽ തോന്നുന്നു നമ്മൾ കേരളത്തിനാണ് ഉള്ളതെന്ന്. പിന്നെ ഞാൻ ഈ പക്ഷേ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, സോറി, ശരിയാവുന്നുണ്ടെങ്കിൽ സോറി. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു ബീച്ചിലേക്കാണ്. ഇത് ടൂറ് ഫുള്ളും ബീച്ചായിരുന്നു കേട്ടോ. നാളെ ഇനി ഒരു ബീച്ച് വരുന്നുണ്ട്. അതും ഇതേ സെയിം പോലെ ഇതുപോലെ തന്നെയുള്ളൊരു ബീച്ചാണ്. അങ്ങനെ ഞങ്ങൾ ആ ബീച്ചിലേക്ക് പോയി. പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല, കടൽ മാത്രം. പിന്നെ അവിടെ പോയി അവർ കുറച്ച് നേരം കളിച്ച് കാലൊക്കെ നനച്ചിട്ടൊക്കെ നേരെ കയറി വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്തായിട്ട് നോക്കിയപ്പോൾ ഒരു പാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. ഇത്രയും നല്ല ചൂടത്ത് ആ ഒരു ഐസ്ക്രീം കിട്ടിയപ്പോൾ തന്നെ പാതി ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ നല്ല വിലയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ ഉത്സവത്തിന് കിട്ടുന്ന ഐസ്ക്രീമിൻ്റെ ഇരട്ടി പൈസയാണ് കേട്ടോ അവിടെ ഒരു ഐസ്ക്രീമിന് വേണ്ടി അവർ വാങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ പാർക്കിൻ്റെ അങ്ങോട്ടേക്ക് പോയി. പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രേതാലയം പോലെയാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ തോന്നുള്ളൂ. പണ്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്ന സമയത്ത് ഈ ബാലരമ വായിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രേതകഥകളൊക്കെ അത് വന്നാൽ ഒരുപാട് വായിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ബാലരമ വന്ന ഒരു കഥയിലെ പിക്ചർ പോലെ തോന്നിട്ടോ. സെയിം അതേപോലെ തന്നെ തോന്നി ആ പാർക്ക് കണ്ടപ്പോൾ. സത്യം പറഞ്ഞാൽ രാത്രിയിലൊക്കെയാണ് ഇവിടെ വരണമെങ്കിൽ ഉറപ്പായിട്ടും പേടിച്ചു പോകും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഇരുട്ടത്തൊന്നും തന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഇത് നമ്മുടെ അർജുൻ മരിച്ച ആ ഒരു അപകടം നടന്ന ആ ഒരു സ്ഥലമാണ്. പക്ഷേ അത് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് നല്ല ഇരുട്ട്. പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അത് അടിപൊളി കടയായിരുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് കുറച്ച് ഹെവി ഫുഡായിരുന്നു. പിന്നെ രാത്രി ഞങ്ങൾ ഈ ഒരു ഫുഡ് പ്രതീക്ഷിച്ചതേ ഇല്ല. ഉച്ചയ്ക്കൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റുമായിരുന്നു. രാത്രിയൊക്കെ ആയപ്പോൾ പലർക്കും ഹെവി ഫുഡ് കഴിക്കാനായിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. വേറൊന്നുമല്ല, കുഴിമന്തി തന്നെയാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കുഴിമന്തി എന്ന് പറഞ്ഞാൽ ഇറാനി റെസ്റ്റോറൻറ്റിലെ കുഴിമന്തിയാണ് കേട്ടോ. ഇത് കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ റൂമിലെത്തി. ഈ റൂം അടിപൊളി റൂമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നേരെ കയറി കിടന്ന് ഉറങ്ങി. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് ടൂറിൻ്റെ ലാസ്റ്റ് ദിവസത്തെ വീഡിയോ ആണ്. ഞങ്ങൾ അത്യാവശ്യം നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ റെഡിയായിട്ട് പുറത്തിറങ്ങി.
ബാഗൊക്കെ ആയിട്ട് പാക്ക് ചെയ്ത് ഇന്നത്തോടെ ടൂറ് തീരും. ചെറിയ സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും പക്ഷേ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നെ കോളേജൊക്കെ അവസാനിക്കാൻ പോവാണ്, ആ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പക്ഷേ ഇത്രയും ദിവസവും നൂഡിൽസ് കഴിച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ നൂഡിൽസ് കണ്ടപ്പോൾ കഴിക്കാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പൂരിയൊക്കെ ആയിരുന്നു കഴിക്കാനുണ്ടായിരുന്നത്. ഈ ലാസ്റ്റ് ദിവസമൊക്കെ ആയപ്പോൾ ഫുഡിനോടൊരു ചെറിയ വെറുപ്പ് തോന്നിയിട്ട്, നമ്മുടെ നാട്ടിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് കൂടുതലും തോന്നിയത്. നമ്മളിത് ഈ ഒരു സ്ഥലത്തായിരുന്നു ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. തൊട്ടടുത്ത് കൊമ്പൻ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിനേക്കാൾ ഞങ്ങളുടെ ബസ്സായിരുന്നു കൊള്ളായിരുന്നത്. പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് ഞങ്ങൾ പോയത് മാൽപ്പ ബീച്ചിലേക്കാണ്. പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ അവിടെ കാണുമെന്ന് കേട്ടോ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് പല സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കൂർഗിയിൽ നിന്ന്. പക്ഷേ ഗോവ എക്സ്പെൻസീവ് ആയിരുന്നു. ഗോവയിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു പോയി, അവിടെയും നടന്നില്ല. അതുകൊണ്ട് മാൽപ്പയിൽ നിന്ന് വാങ്ങാൻ കരുതി വന്നപ്പോൾ അവിടെയും അതേ വില. പിന്നെ ലാസ്റ്റ് ഞാൻ ദേവന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എൻ്റെ ചേട്ടനും അനിയനൊരു ഷർട്ട് എടുക്കാനാണ് സംഭവം. അവർക്ക് വേണ്ടി ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ചേട്ടൻ പോകുന്നതാണ് പറഞ്ഞത് തിരിച്ച് ഗൾഫിലേക്ക്. പക്ഷെ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചേട്ടനോട് എന്തെങ്കിലും വാങ്ങാൻ കരുതി അവന്മാർ ഷർട്ടൊക്കെ സെലക്ട് ചെയ്ത് തന്നു. പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയി. അവിടെ നല്ല വെയിലായിരുന്നു, ഇന്നലെ കണ്ട അതേ സെയിം ബീച്ച്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നേരെ വണ്ടി വന്ന് കയറി. നല്ല ചൂടായിരുന്നു കേട്ടോ. പിന്നെ പലർക്കും താല്പര്യമില്ലായിരുന്നു, പലർക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. ഉച്ചത്തെ ഫുഡ് എല്ലാം പെട്ടെന്നാണ് കേട്ടോ. ഫുഡ് അടി പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോയിൽ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഫുഡ് അത്യാവശ്യം അടിപൊളി ഫുഡായിരുന്നു. അതും ഊണ് തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡെന്ന് പറയാൻ പറ്റില്ല, അടിപൊളി ഫുഡായിരുന്നു. മറന്നുപോയി. അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അത് പിന്നെ അത്യാവശ്യം ഇവക്ക് വയ്യാത്തതുകൊണ്ട് അവൾക്ക് കഞ്ഞിയാണ് കൊടുത്തത്. എന്നിട്ട് സ്പൂണും കൊടുത്തില്ല, ഉപ്പോ ഒന്നും കൊടുത്തില്ല, അത് മാത്രം കൊടുത്തു. ലാസ്റ്റ് പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് വയ്യാണ്ടായതുകൊണ്ട് അതിൽ ഒരാളെ കൊണ്ട് നേരത്തെ വീഡിയോയിൽ കമന്നിരിക്കുന്നുണ്ടല്ലേ, അവന് വയ്യാണ്ടായതുകൊണ്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിലിരുന്ന് വേർത്ത് ഒഴുകുമായിരുന്നു. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. തൊട്ടടുത്ത സ്ഥലത്ത് അവിടെ ഒരു അടി നടക്കുന്നത്. പിന്നെ ഞങ്ങൾ അതിന് കൗണ്ടർ അടി ഈ സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് വീഡിയോ എടുത്തതാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നിനു വേണ്ടി എടുത്തതല്ല. അങ്ങനെ അതിനകത്തിരുന്ന് വേർത്ത് കുളിച്ചുകൊണ്ട് ഞങ്ങളൊരു ലൈം കുടിക്കാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലൈമൊക്കെ കുടിച്ചു തിരിച്ച് പോകാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. പക്ഷെ അപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങൾ വണ്ടി കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10-15 കിലോമീറ്റർ അങ്ങ് ദൂരെ കൊണ്ടിട്ടിരിക്കുകയാണ്. പിന്നെ അവർ ഞങ്ങൾക്ക് ലൊക്കേഷനൊക്കെ അയച്ചു തന്ന് ഞങ്ങളിത് ഇത്രയും പേര് ഗൂഗിൾ മാപ്പൊക്കെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ ബാക്കിൽ വെള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നവളൊക്കെ ഉണ്ടല്ലേ തൊപ്പി വെച്ച്, അവൾ ഞങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് നോക്കി പറഞ്ഞു തന്ന് ഫുള്ളും പൊട്ട തെറ്റായിരുന്നു കേട്ടോ. ലാസ്റ്റ് വേറെ ഏതൊക്കെ വഴി കൂടി പോയി അവസാനം ഞങ്ങൾ സ്ഥലത്തെത്തി. ഇത് രാത്രിയിലത്തെ വിഷ്വൽസാണ്. ഞങ്ങൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അതിനുശേഷം ഞങ്ങൾ വേറെ ഒരിടത്തും പോയില്ല കേട്ടോ. കാരണം കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ വയ്യാത്തതുകൊണ്ട് പിന്നെ വേറെ ഒരിടത്തും പോയില്ല. ഇത് ഒരു രക്ഷയില്ല അവിടുത്തെ ആംബിയൻസ്. സത്യം പറഞ്ഞാൽ ഒരു വീട് പോലെ തോന്നും. കണ്ടില്ലേ, അടിപൊളി ഇൻറ്റീരിയൽ വർക്കൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമേ ഫുഡ് കഴിക്കാൻ ഒരിടത്ത് പോയിരുന്നിട്ട് ഞങ്ങൾ പറഞ്ഞു അവിടെ ഇരിക്കേണ്ട അപ്പുറത്തെ സൈഡിലാണ്. പിന്നെ ഞങ്ങൾ അവിടെ പോയിരുന്നു. രാത്രി കഴിക്കാനുണ്ടായിരുന്നത് പൊറോട്ടയും ചപ്പാത്തിയും ഒരു ചിക്കൻ കറി ആയിരുന്നു. അതും കൊള്ളായിരുന്നു കേട്ടോ. ഞങ്ങൾ ടീച്ചറിൻ്റെ വീട്ടിൽ പോയി കഴിക്കാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഫുഡ് കഴിക്കുന്നത് തന്നെ ഒരു 7 മണി ആയപ്പോഴാണ് കേട്ടോ. പിന്നെ ഇനി ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഒറ്റയടിക്ക് അങ്ങ് വണ്ടിയിൽ തന്നെ ഇരിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് പിന്നെ പെട്ടെന്ന് എത്തുകയും വേണം. അവർക്കന്ന് വൈകിട്ട് വേറെ ഒരു ഓട്ടം കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങ് വേറെ സ്ഥലത്തൊന്നും പോകാനോ പിന്നെ ടീച്ചറിൻ്റെ വീട്ടിൽ പോകാനോ ഒന്നും നിന്നില്ല. ഇത് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉള്ള വിഷ്വൽസാണ്. ഇത് നമ്മൾ കേരളത്തിലെത്തി കേട്ടോ. എനിക്ക് തോന്നുന്നു കാഞ്ഞങ്ങാട് എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഉത്സവത്തിൻ്റെ വിഷ്വൽസാണ്. എൻ്റെ ഫോൺ വാങ്ങിയ അവന്മാർ താല്പര്യമായിട്ട് നിൽക്കുന്ന ഗേൾസിൻ്റെ സൂം ചെയ്ത് അവരുടെയൊക്കെ ഫേസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടിൽ ഉത്സവം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഇത്തവണയും വീട്ടിനടുത്തുള്ള ഉത്സവത്തിനൊന്നും തന്നെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഈ ടൂറിന് പോകുമ്പം പോലും ഞങ്ങളുടെ അവിടെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സംഭവം കൊണ്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നേരിട്ട് കാണുന്നത്. അല്ലാതെ വീഡിയോസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ അതിൻ്റെ കൂടെ നാസിക് ഡോളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ നാളുകൾ കൂടിയാണ് നാസിക് ഡോളൊക്കെ കാണുന്നത്. പിന്നെ തെയ്യം, അങ്ങനെ കുറേ സംഭവങ്ങൾ, തെയ്യമല്ല, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു ഉത്സവത്തിൻ്റെ. അത് അടിപൊളിയായിരുന്നു. ഏകദേശം നല്ല ലോങ് ആയിട്ടായിരുന്നു കേട്ടോ റാലി ഉണ്ടായിരുന്നത്. ഇത് അടുത്ത ദിവസത്തെ വിഷ്വൽസാണ്. ഇത് ടൂറിൻ്റെ ഇതായിട്ട് കൂട്ടാൻ പറ്റില്ല, കാരണം ഞങ്ങൾ എത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടൂറിൻ്റെ ഫീഡ്ബാക്കൊക്കെ പറയാനായിട്ട് ഓരോരുത്തരായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫീഡ്ബാക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഞാൻ എൻ്റെ ലൈഫിൽ വെച്ച് പോയ ടൂറെല്ലാം അടിപൊളി ടൂറായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളായിക്കോട്ടെ, എല്ലാം കൊണ്ടും അടിപൊളി ടൂറായിരുന്നു. ഞങ്ങൾ ആ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലാതെ ഫാമിലി ആയിട്ടൊക്കെ ടൂർ പോകാനൊക്കെ ആയിട്ട് പാക്കേജൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ടതിൽ നിന്നൊക്കെ ഈ ടൂർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. നിങ്ങൾക്ക് ഈ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് കുറച്ചുകൂടി എൻജോയ് ചെയ്യാമെന്ന് കരുതി നേരെ ഞങ്ങൾ കോളേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ ടൂറിൻ്റെ വീഡിയോ ഇതോടെ തീർന്നു. ഇനി നമുക്ക് ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് കാണാം. കൂടെ ഇതിന് മുമ്പ് ഇട്ട വീഡിയോസൊന്നും കാണാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ.